ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളില് ബാഹുബലി എപ്പിക് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിന്റെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തതും ഞാൻ തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, രണ്ടാമത്തത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു വർഷം ഇറങ്ങുമ്പോഴത്തേക്കും അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ട്രിവാൻഡ്രം ലുലു മാളിലെ ഐമാക്സിലാണ് വന്നിട്ടുള്ളത്. ഞാനും ജിഷയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐമാക്സിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്, 4 മണിക്കൂറിൽ കൂടുതൽ എന്തോ ഡ്യൂറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയ ശേഷം പറയാം. ടിക്കറ്റ് ഒക്കെ കാണിച്ച് മാളിനകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഐമാക്സിലാണ്. ഐമാക്സിൻ്റെത് ഇവിടെ ലുലു സ്ക്രീൻ 1 ആണ്. സെപ്പറേറ്റ് ഒരു എൻട്രി ഒക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സിനിമയ്ക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഫസ്റ്റത്തെ ഷോ ആണെങ്കിലും ഏകദേശം ഐമാക്സിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഐമാക്സിന്റെ കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ടൈറ്റിലൊക്കെ കാണിച്ചിട്ട് സിനിമ തുടങ്ങി. പുതിയതായിട്ട് അവരൊരു ടൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ എപ്പിക് എന്ന് പറഞ്ഞിട്ട് ബാഹുബലിയുടെ ആ ഒരു ടൈറ്റിലൊക്കെ കാണിച്ചാണ് സിനിമ തുടങ്ങിയത്. പിന്നെ നേരെ നമ്മുടെ സിനിമയിലോട്ട് പോവുകയാണ്. സിനിമ തുടക്കം മുതൽ തന്നെ എല്ലാ നല്ല പാർട്ടുകളും ഫുള്ള് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ആ ഒരു കഥ പറയണതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ചില സീൻസൊക്കെ നമ്മളെ പഴയ സിനിമയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്താണ് ഇതിൽ കാണിക്കുന്നത്. കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇന്റർവെല്ലാണ് ഗൈസ്, നമ്മളൊരു 2 പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു കഥ പോലെ ആക്കിയിട്ട് ആ സമയത്ത് ഒരു നരേഷൻ പോലെ കഥ പറഞ്ഞ് ബാക്കിയെല്ലാം ഒരു ഫുൾ സ്ട്രെച്ചില് ഫസ്റ്റത്തെ സിനിമ തീർന്നവരെ ഇപ്പൊ കട്ടപ്പ കുത്തി ഇന്റർവെല്ലായി. അപ്പൊ എഴുതി കാണിക്കും 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ അടുത്ത സ്റ്റോറി തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവെൽ അതൊക്കെ എഴുതി കാണിച്ച് ഇനിയിപ്പോ അടുത്ത ഇന്റർവെൽ കഴിഞ്ഞിട്ട് അടുത്ത് സെക്കൻഡ് ഹാഫിലോട്ട് പോകാൻ പോയത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാഹുബലി 2 സിനിമയാണ്. നമ്മുടെ ഫസ്റ്റിനെക്കാളും കൂടുതലും ഒരു പീക്ക് എക്സ്പീരിയൻസും ഒരു പീക്ക് തിയേറ്ററിന്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നത് ഈ സെക്കൻഡിന്റെ ഈ പാർട്ടുകളാണ്. ഇഷ്ടംപോലെ പാർട്ടുകളിൽ നമുക്ക് ആ തിയേറ്ററിന്റെ മാത്രം കിട്ടുന്ന ഒരു ഫീൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വൈറലായ ഒരുപാട് സീനുകൾ നമുക്ക് ഈ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ പറ്റുമ്പോഴത്തേക്കും അതൊരു എക്സ്പീരിയൻസ്, ഒരു വേറെ ലെവൽ തന്നെയാണ് ആ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാന്നുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ, അതായത് ഒരു ലാഗ് ഒന്നുമില്ല. വേണ്ടാത്ത ഒരു പോർഷൻ, വേണ്ടാത്തന്നല്ല, ഇതിൽ എല്ലാം നല്ല പോർഷനാണ്. അപ്പം ചില പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ഫീൽ വരാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ഒരു ഫ്ലോയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് സൂപ്പർ ആയിരുന്നു. അപ്പോ നേരത്തെ തിയേറ്ററിൽ കാണാത്തവരും താല്പര്യമുള്ളവരും എല്ലാം പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് മാക്സിമം നിങ്ങളുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ബൈ ബൈ.